നൈറ്റ് ലൈവിൽ ഇപ്പൊ കൊക്കരക്കോ ടാസ്ക് ജയിച്ചിട്ടുണ്ടായിരുന്നല്ലോ അർജുനും ശ്രീതും. അപ്പൊ അതിന് സമ്മാനമായിട്ട് ബിഗ് ബോസ് കോഴി വറുത്തതൊക്കെയാണ് കൊടുത്തത്. ഇവരായിട്ട് എല്ലാവരും പീപ്പിൾസ് റൂമിൽ ഇരുന്നിട്ട് പാർട്ടിയൊക്കെ ആയിട്ട് അതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ശ്രീതുവിനോടും അർജുനോടും എല്ലാവരും അത് കഴിഞ്ഞിട്ട് അപ്പൊ അവര് ആക്ട് ചെയ്തല്ലോ ഓഡീഷന്. അപ്പൊ അതുപോലെയൊക്കെ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ അർജുന വേറെ മൂടാന്നൊക്കെ പറഞ്ഞ് കാണിക്കാനൊന്നും പറ്റില്ല, ട്രൈ ചെയ്യണ്ടായിരുന്നു. ഇവരപ്പോൾ എല്ലാവരും ചിരിപ്പിക്കലൊക്കെ ആയിരുന്നു. ഇവരിങ്ങനെ ലവേഴ്സ് പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും കളിയാക്കൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് പിന്നെ കാണിക്കാനൊന്നും പറ്റില്ല. ശ്രീതു കാണിക്കാന്ന് പറഞ്ഞു, പിന്നെ അർജുന ശരിയാവണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നാളെ കാണിക്കാന്നൊക്കെ പറഞ്ഞു. മറ്റുള്ള ഗ്രൂപ്പുകാരൊന്നും ചെയ്തത് ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ജാസ്മിനും നോറയ്ക്ക് ഇവരുടെ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ലൈവില് നെസ്റ്റിലായിരുന്നു അപ്പൊ ഋഷി ഇന്ന് കിടന്നിട്ടുണ്ടായിരുന്നത്. അർജുനും ശ്രീതുവും അതുപോലെ തന്നെ ജാസ്മിനും സിജോയും ഒക്കെ നെസ്റ്റിലായിരുന്നു. ജാസ്മിനും ശ്രീതും ഒരേ ബെഡിലാണ് കിടന്നത്. അപ്പൊ കുറെ നേരം ഋഷിയും അർജുനും ഒരേ ബെഡിലുണ്ടായിരുന്നു. അപ്പൊ അവരന്ന് ആദ്യം ആ ഡെന്നില് ഉണ്ടായിരുന്ന പോലെ ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് അങ്ങനെ അവർ ഒന്നിച്ചൊരേ ബെഡിലൊക്കെ വന്നിരിക്കുന്നത്. ബിഗ് ബോസ് സ്റ്റാർട്ടിങ് മുതൽ കണ്ടവർക്ക് അറിയാം, ഋഷിയും അർജുനും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ഡെന്നിൽ ഇവരിങ്ങനെ ഒന്നിച്ച് ഭയങ്കര സ്നേഹമായിരുന്നു ഋഷിയും അർജുനുമായിട്ട്. പിന്നീടാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഒരു അകൽച്ച വന്നത്. അപ്പൊ ഋഷി ഇപ്പൊ കൂടുതൽ അഭിഷേകിന്റെ കൂടെയായിരുന്നു. പക്ഷെ ഇന്ന് ഋഷി അർജുന്റെ കൂടെ ആയിട്ട് നെസ്റ്റി തന്നെയാണ് കിടന്നത്. കുറെ നേരം ഇവർ തമ്മിൽ ഒന്നിച്ച് പാട്ട് പാടുകയും അതുപോലെ തന്നെ അർജുൻ കെട്ടിപ്പിടിച്ച് കിടക്കുകയും 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഋഷിനെ ഫോളോ ചെയ്യുമ്പോൾ അടിപൊളിയല്ലേ, അത്ര വലിയ ഫോളോവർ ഉള്ള ആൾ ഫോളോ ചെയ്യണേന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും രസമായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ശ്രീതു ഋഷിയോട് നീ ഫോളോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സംസാരിച്ച് ഇവരോട് ഭയങ്കര ചില്ലായിട്ടായിരുന്നു ഋഷി ഇന്നുണ്ടായിരുന്നത്. ഋഷിയും അർജുനും തമ്മിൽ അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് വീണ്ടും ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് പേരായല്ലോ, അപ്പൊ കുറച്ചുകൂടി ഋഷി അർജുനൊക്കെ ആയിട്ട് അടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ചിലപ്പോൾ ഋഷിക്ക് അന്ന് നോമിനേഷനൊക്കെ ഇതുവരെ ചെയ്തതിൽ ആരൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഋഷിനെ ഒരിക്കൽ പോലും അർജുൻ നോമിനേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഋഷിക്ക് അതൊക്കെ ആയിരിക്കും ഒരു മാറ്റം വന്നതെന്ന് തോന്നുന്നു. ഋഷി അർജുനെ 2 പ്രാവശ്യമൊക്കെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ പിന്നെ അൻസിബയും പറഞ്ഞപ്പോഴൊക്കെയാണ് അപ്പൊ ഋഷി അർജുനിൽ നിന്നൊക്കെ അകന്നിട്ടുള്ളത്. പിന്നെ അൻസിബ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഋഷി ഇപ്പൊ എല്ലാവരോടുമായിട്ട് ഒരു മിങ്കിളൊക്കെ ചെയ്യുന്ന രീതിയിലായി. മറ്റൊരിടത്ത് അങ്ങനെ ഒതുങ്ങി പോയിട്ടുണ്ടായിരുന്നു. അർജുൻ ഋഷി ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ? പിന്നെ നൈറ്റ് ലൈവിൽ ശരിക്കും പറഞ്ഞാൽ അഭിഷേകിന്റെ കിളി പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീതൊക്കെ ബാത്റൂം ഏരിയയിൽ വെച്ച് ജാസ്മിനെ പേടിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ജാസ്മിൻ അവിടെ അലറി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നോറിയോ അഭിഷേകൊക്കെ പീപ്പിൾസ് റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് ഈ ഒച്ച കണ്ട് കേട്ടാണ് അഭിഷേക് എണീറ്റിട്ട് കുറച്ചേരം വായും പൊളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെയും കിടന്നു, പിന്നെ എണീറ്റ് കുറച്ചേരം ആലോചിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവിച്ചതെന്നൊന്നും അഭിഷേകിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല.